നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിറ്റി ടവർ, സിറ്റി വെയർ, സിറ്റി ഷൂസ് അങ്കമാലി, പവർഡ് ബൈ ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കന്നൂർ ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണം, അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. മലയാള സിനിമയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്ത്. സിനിമാ മേഖലയിൽ വ്യാപക ലൈംഗിക ചൂഷണമെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. അവസരം കിട്ടാൻ വിട്ടുവീഴ്ച ചെയ്യണമെന്നും വഴിവിട്ട കാര്യങ്ങൾ ചെയ്യാൻ സംവിധായകരും നിർമ്മാതാക്കളും നിർബന്ധിക്കുമെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. മോദിയുടെ പ്രസംഗവും പിണറായിയുടെ പ്രവൃത്തിയും ഒരുപോലെ. കെ മുരളീധരൻ. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മോദിയുടെ പ്രസംഗവും പിണറായി വിജയന്റെ പ്രവൃത്തിയും ഒരുപോലെയെന്നും ഇതിന്റെ ഭാഗമായാണ് സ്ക്രീൻഷോട്ട് പ്രചരിച്ചതെന്നും മുരളീധരൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് വിവാദത്തിൽ പോലീസ് പ്രതികളെ സംരക്ഷിക്കുന്നുവെന്നാരോപിച്ച് UDF വടകര SP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുരളീധരൻ. നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകുവാൻ പുതുപുത്തൻ മോഡലുകളിലുള്ള വർണ്ണവസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ 50% വരെ വിലക്കിഴിവ്. സിറ്റി ടവർ NRI ഫെസ്റ്റ്. സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ. ലേഡീസ് ബാഗ്, സ്കൂൾ ബാഗ്, ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ്. 3000 രൂപ വില വരുന്ന ഷെർവാണി വെറും 500 രൂപയ്ക്ക്. സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ. വിവിധ വലുപ്പത്തിലുള്ള 3 വെറും 6999 രൂപയ്ക്ക്. 70% ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും. പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ, ടീഷർട്ടുകൾ, കാർഗോസ്, ഷൂസ്, ചപ്പൽസ് എന്നിവയും NRI ഫെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നു. വിദേശയാത്രയ്ക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ജാക്കറ്റ്സും ലഭ്യമാണിവിടെ. ഓഗസ്റ്റ് 15 അവസാനിക്കുന്ന NRI ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. സിറ്റി ടവർ ഓപ്പോസിറ്റ് ടു KSRTC ബസ് സ്റ്റാൻഡ് അങ്കമാലി. Our sister concern City Wear and City Shoes Angamali. Number 048424555555. കേരള ഗ്രാമീൺ ബാങ്ക് ഇന്നും കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം. സംഭവിച്ചത് സാങ്കേതികമായ വീഴ്ച. ചെയർപേഴ്സൺ വിമല വിജയഭാസ്കർ. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് സഹായമായി ലഭിച്ച തുകയിൽ നിന്നും EMI പിടിച്ച സംഭവത്തിൽ വിശദീകരണവുമായി കേരള ഗ്രാമീൺ ബാങ്ക് ചെയർപേഴ്സൺ വിമല വിജയഭാസ്കർ. സംഭവിച്ചത് സാങ്കേതികമായ വീഴ്ചയാണെന്നും 3 അക്കൌണ്ടുകളിൽ മാത്രമാണ് പാകപ്പിഴ സംഭവിച്ചതെന്നും വിമല വിജയഭാസ്കർ പറഞ്ഞു. മലയാള സിനിമയിലെ ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാർ. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും രക്ഷയില്ല. മൊഴികളിൽ പലതും ഞെട്ടിക്കുന്നത്. മലയാള സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടേണ്ടി വന്ന ചൂഷണങ്ങൾ വെളിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത്. പല വിഗ്രഹങ്ങളും തകരുമെന്നും മലയാള സിനിമയിലെ ഉന്നത സ്ഥാനത്തുള്ളവർ വേട്ടക്കാരാണെന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നു. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കും ലൈംഗിക പീഡനം നേരിടേണ്ടി വരുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ശരീരം പ്രദർശിപ്പിക്കുന്ന രംഗങ്ങൾ ചിത്രീകരിക്കുവാൻ നിർബന്ധിക്കുന്നുവെന്നും വെളിപ്പെടുത്തൽ. ഒരു WCC സ്ഥാപക അംഗത്തിന് സ്വാർത്ഥ താൽപര്യം. സിനിമയിൽ സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് പ്രചരിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശം. മലയാള സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ചു തയ്യാറാക്കിയ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സിനിമയിലെ സ്ത്രീകളുടെ സംഘടനയായ WCCക്കെതിരെ പരാമർശം.
WCC സ്ഥാപകാംഗത്തിന് സ്വാർത്ഥ താൽപര്യമെന്നാണ് റിപ്പോർട്ടിലുള്ളത്. സിനിമയിൽ സ്ത്രീകൾക്ക് പ്രശ്നമില്ലെന്ന് പ്രചരിപ്പിച്ചു. ഈ അംഗത്തിന് മാത്രം സ്ഥിരമായി സിനിമയിൽ അവസരം ലഭിച്ചു. സിനിമയിലെ പുരുഷന്മാർക്കെതിരെ അവർ സംസാരിച്ചില്ലെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നത്, നടപടിയെടുക്കുമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിൽ പ്രതികരിച്ച് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. റിപ്പോർട്ട് ഭയപ്പെടുത്തുന്നതാണെന്നും നടപടിയെടുക്കുമെന്നും പി സതീദേവി 24-നോട് പ്രതികരിച്ചു. വളരെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് മലയാള സിനിമാ മേഖലയിൽ ഉള്ളതെന്ന് സതീദേവി പറഞ്ഞു. തെറ്റായ പ്രവണതകൾക്കെതിരെ സാംസ്കാരിക രംഗത്തുള്ളവർ രംഗത്തേക്ക് വരണമെന്നും സതീദേവി പറഞ്ഞു. ഓണക്കിറ്റ് മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം. കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഉടൻ തീരുമാനിക്കും. ഇത്തവണയും മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് മാത്രം ഓണക്കിറ്റ് നൽകുവാൻ സപ്ലൈകോ. കിറ്റിൽ എന്തൊക്കെ സാധനങ്ങൾ ഉൾപ്പെടുത്തണമെന്ന് ഉടൻ തീരുമാനിക്കും. സെപ്റ്റംബർ ആദ്യവാരത്തോടെ സംസ്ഥാനത്ത് ഓണച്ചന്തകൾ തുടങ്ങും. ഇതിനായുള്ള ഒരുക്കങ്ങൾ സപ്ലൈകോ തുടങ്ങി. മുൻഗണനാ വിഭാഗത്തിലുള്ള 5,87,000 മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും ഓണക്കിറ്റ് നൽകാനാണ് സപ്ലൈകോ തീരുമാനം. ദുരന്തബാധിതരുടെ വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം. എഴുതി തള്ളുന്ന കാര്യം ബാങ്കുകൾ തീരുമാനിക്കും. വയനാട് ദുരന്തബാധിതരുടെ വായ്പയ്ക്ക് 1 വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് ഇന്ന് ചേർന്ന സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. എല്ലാവരും മരിച്ച കുടുംബങ്ങളുടെ കണക്ക് അതാത് ബാങ്കുകളിൽ നിന്നും എടുക്കും. വായ്പ എഴുതി തള്ളുന്നതിൽ അതാത് ബാങ്കുകളാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. മരിച്ച കുടുംബങ്ങൾ, കുടുംബനാഥൻ എന്നിവരുടെ വായ്പ എഴുതി തള്ളണമെന്ന ശുപാർശയാണ് നൽകുക. വായ്പ പൂർണ്ണമായും എഴുതി തള്ളണമെന്ന തീരുമാനമെടുക്കുവാൻ സമിതിക്ക് അധികാരമില്ല. കൃഷിയിടവും കൃഷിയും നശിച്ചവരുടെ വായ്പ എഴുതി തള്ളുവാൻ ബാങ്കുകളോട് നിർദ്ദേശിച്ചു. ഖത്തറിലെത്തുന്ന സന്ദർശകർക്ക് അടിയന്തര ചികിത്സ തേടാൻ അവസരം. ട്രാവൽ ഇൻഷുറൻസിൽ കൂടുതൽ വ്യക്തതയുമായി HMC. ഖത്തറിലേക്കുള്ള സന്ദർശകരുടെ എണ്ണം വർദ്ധിച്ചതോടെ സന്ദർശകർക്ക് അടിയന്തര ചികിത്സയും സഹായവും സംബന്ധിച്ച വിവരങ്ങൾ ഹമദ് മെഡിക്കൽ കോർപ്പറേഷൻ വിശദീകരിച്ചു. അടിയന്തര വൈദ്യചികിത്സയും സഹായവും ആവശ്യമുള്ള സന്ദർശകർക്ക് ഖത്തറിലെ സർക്കാരിന് കീഴിലുള്ള ആരോഗ്യ പരിരക്ഷാ സംവിധാനം ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.